Hi dears, welcome to Tooth File. JCI ഡെയിലി സ്റ്റഡി പ്ലാനിലെ തേർഡ് ഡേ ആണ് നമ്മുടെ 24th മെയ് വരുന്നത്. മെയ് 24-ാം തീയതി തേർഡ് ഡേ ആണ്. തേർഡ് ഡേയിലെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 3-ൽ IT ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ അത് ഹാർഡ്വെയറിലെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസുമാണ് നമുക്ക് നാളെ പഠിക്കേണ്ടത്. തേർഡ് ഡേ ടോപ്പിക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോയിൽ നമ്മൾ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസുമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് നോക്കാം. ഫസ്റ്റ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഡേറ്റ പ്രോസസ്സ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ബാബേജ് ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. ആരാണ്? ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ കമ്പ്യൂട്ടസ് എന്നതിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അത് ഡേറ്റ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ഡേറ്റ എന്നറിയപ്പെടുന്നത്. ഈ ഡേറ്റ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തതും ലാറ്റിൻ വേർഡിൽ നിന്ന് തന്നെയാണ്. ഡാറ്റം എന്ന ലാറ്റിൻ വേർഡിൽ നിന്ന് തന്നെയാണ് ഡേറ്റ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോസസ്ഡ് ഡേറ്റയാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ പ്രോസസ്ഡ് ഡേറ്റ അറിയപ്പെടുന്നത് ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഡേറ്റ ഇൻഫർമേഷനാണ് നമുക്ക് എന്ത് തരുന്നത്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്ന ഏത് രൂപത്തിലാണ്? ഇൻഫർമേഷൻ്റെ രൂപത്തിലാണ് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ആക്യുറസി ഉണ്ട്, സ്പീഡ് ഉണ്ട്, വേഴ്സാറ്റിലിറ്റി ഉണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, ഓട്ടോമേഷൻ, ഡെലിജൻസ്, റിലയബിലിറ്റി. ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ്. ആക്യുറസി, സ്പീഡ്, വേഴ്സാറ്റിലിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി, ഓട്ടോമേഷൻ, ഡെലിജൻസ്, റിലയബിലിറ്റി. നെക്സ്റ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ എന്നാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇക്വിപ്മെൻ്റ് ആണ്. ഫിസിക്കൽ ഇക്വിപ്മെൻറ്റ് ഓഫ് എ കോമ്പണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിന് എക്സാമ്പിളാണ് മദർ ബോർഡ്, കീബോർഡ്, മൗസ്, പ്രിൻ്റർ എക്സെട്ര. ഇതൊക്കെ മദർ ബോർഡ്, കീബോർഡ്, മൗസ്, പ്രിൻ്റർ മുതലായവ എന്താണ്? ഹാർഡ്വെയറിന് എക്സാമ്പിളാണ്. ഇനി എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അത് ഏത് ലാംഗ്വേജിലാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്? കമ്പ്യൂട്ടറിന് വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റേതായ ലാംഗ്വേജിൽ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ലാംഗ്വേജ്, സി, ജാവ, അങ്ങനെ കമ്പ്യൂട്ടർ ലാംഗ്വേജുകളുണ്ടല്ലോ. ആ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളിൽ നമ്മൾ എഴുതിയിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണ്? സോഫ്റ്റ്വെയർ കനോട്ട് ബി സെൻസ്ഡ് ബൈ ടച്ച്. നമുക്ക് ടച്ച് ചെയ്ത് സെൻസ് ചെയ്യാൻ പറ്റാത്തതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോഗ്രാമേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന്. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇൻപുട്ട് യൂണിറ്റ്സ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻപുട്ട് യൂണിറ്റിൽ വരുന്നത്. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നു. അതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിനുശേഷം നമുക്ക് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ റിസൾട്ട്സ് കാണിക്കുന്നു. അതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അങ്ങനെ 3 ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്. ഇൻപുട്ട്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട്. നെക്സ്റ്റ് ഇൻപുട്ട് യൂണിറ്റ്. എന്താണ് ഇൻപുട്ട് യൂണിറ്റ്? കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുന്ന യൂണിറ്റ്സിന്, ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിവൈസ് വിച്ച് റിസീവ്സ് ഡേറ്റ ഫോർ പ്രോസസ്സിംഗ് ആർ കോൾഡ് ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസ് കൺവേർട്ട് ഇൻപുട്ട് ഇൻഫർമേഷൻ ഇൻറ്റു സ്യൂട്ടബിൾ ബൈനറി കോഡ്. നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബൈനറി കോഡിലേക്ക്, കമ്പ്യൂട്ടറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഡ് എന്ന് പറയുന്നത് ഏതാണ്? ബൈനറി കോഡാണ്. അതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസസ് ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ട്രാക്ക് ബോൾ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, മാഗ്നറ്റിക് ഇങ്ക്, ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇതെല്ലാം മേജർ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് ആണ്.
നെക്സ്റ്റ് കീബോർഡ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ആണ്. ആ ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലാഥം സ്റ്റോൾസ് ആണ്. കീബോർഡ് കണ്ടുപിടിച്ചത് അമേരിക്കൻ ഇൻവെൻറ്റർ ആണ്. കണ്ടുപിടിച്ച കീബോർഡ് ഏതാണ്? ക്വർട്ടി കീബോർഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡിലെ ലെറ്റേഴ്സ് ഏതാണ്? QWERTY എന്നാണ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തേക്കുന്ന ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ കൂട്ടി വായിക്കുന്നതാണ് ക്വർട്ടി കീബോർഡ്. ദ നമ്പർ ഓഫ് ഫങ്ഷൻ കീസ് ഓൺ എ കീബോർഡിൽ എത്ര ഫങ്ഷണൽ കീസ് ആണുള്ളത്? 12 ഫങ്ഷൻ കീസാണ് കീബോർഡിലുള്ളത്. കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് സ്പേസ് ബാർ ആണ്. ദ കീ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ കീബോർഡിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കീ ഏതാണ്? എസ്കേപ്പ് കീ ആണ്. നെക്സ്റ്റ് മൗസ് എന്താണ്? മൗസ് ഒരു പോയിൻറ്റിംഗ് ഡിവൈസസ് ആണ്. മൗസ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിംഗ് ഡിവൈസ് ആണ്. മൗസ് ഇൻവെൻറ്റ് ചെയ്ത ആരാണ്? ഡഗ്ലസ് എഗൽബർട്ട് ആണ് മൗസ് ഇൻവെൻറ്റ് ചെയ്തത്. മൗസിൻ്റെ സ്പീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന മൗസിൻ്റെ സ്പീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റാണ് മിക്കി. മൗസിൻ്റെ സ്പീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റ് മിക്കി. നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസസ് OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഒപ്റ്റിക്കൽ സിസ്റ്റം യൂസ്ഡ് ഫോർ ഇവാലുവേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? OMR എന്താണ്? നമ്മൾ OMR ഷീറ്റിൽ പെൻസിൽ അല്ലെങ്കിൽ പെൻ വെച്ച് മാർക്ക് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ വെച്ചിട്ട് റീഡ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് ആണ് OMR. നെക്സ്റ്റ് ബാർകോഡ് എന്താണ്? സിമ്പിളി ന്യൂമറിക്കൽ കോഡ് റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള ന്യൂമറിക്കൽ കോഡ്സ് ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ബാർകോഡ് റീഡർ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ലൈൻസ് റീഡ് ചെയ്ത് അതിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ബാർകോഡ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണ്? നമുക്ക് യൂസേഴ്സിന് റിസൾട്ട് കിട്ടുന്ന പ്രോസസ്സ് ചെയ്ത ഡേറ്റയുടെ റിസൾട്ട് കിട്ടുന്നതാണ് എന്ത്? ഔട്ട്പുട്ട് ഡിവൈസസിലൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുത്ത കാര്യം പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. മേജറായിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മോണിറ്റർ, പ്രിൻ്റർ, പ്രൊജക്ടർ, സൗണ്ട് കാർഡ്സ്, സ്പീക്കർ, വീഡിയോ കാർഡ്, പ്ലോട്ടർ, ഹെഡ്ഫോൺ. മോണിറ്റർ ജർമ്മൻ സയൻറ്റിസ്റ്റായ കാൾ ഫെർഡിനാൻഡ് ബാരൺ ആണ് മോണിറ്റർ കണ്ടുപിടിച്ചത്. ജർമ്മൻ സയൻറ്റിസ്റ്റാണ്, പേര് കാൾ ഫെർഡിനാൻഡ് ബാരൺ ആണ് മോണിറ്റർ കണ്ടുപിടിച്ചത്. ഏത് വർഷം? 1897. ആ സമയത്ത് എന്താണ്? അതൊരു കാഥോഡ് റേ ട്യൂബ് ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഇലക്ട്രോൺസ് പാസ് ചെയ്തിട്ടായിരുന്നു ആ മോണിറ്റർ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ ഏതിലേക്ക് വന്നു? നമ്മൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മോണിറ്ററിലേക്ക് വന്നു. ഏറ്റവും ആദ്യം വന്ന കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സ് വലിയ സൈസായിരുന്നു. അതിൽ നിന്ന് മാറി പിന്നീട് നമ്മൾ യൂസ് ചെയ്തതാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സാണ്. അതിന് എക്സാമ്പിൾസാണ് ഏതൊക്കെ? LCDയും LED മോണിറ്റേഴ്സും. LCD മോണിറ്ററും LED മോണിറ്ററും. പിന്നെ നോർമലി നമ്മളോട് PSC ചോദിക്കുന്ന 2 ക്വസ്റ്റ്യനാണ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? കീബോർഡാണ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? മോണിറ്ററാണ് പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ്. ദെൻ ഒരു പ്രിൻറ്റഡ് കോപ്പി നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് ഇൻഫർമേഷൻ ഒരു പ്രിൻറ്റഡ് കോപ്പി ആണെങ്കിൽ അതിനെ ഹാർഡ് കോപ്പി എന്നും നോൺ പ്രിൻറ്റഡ് ആണെങ്കിൽ അത് സോഫ്റ്റ് കോപ്പി എന്നുമാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പ്രിൻ്റർ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ഔട്ട്പുട്ട് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ഓൺ എ പേപ്പറിൽ ടെക്സ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻ്റർ എന്ന് വിളിക്കുന്നത്. പ്രിൻറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ പ്രിൻ്റർ ഹെഡ് ആൻഡ് പേപ്പർ. പ്രിൻ്റർ ഹെഡ് പേപ്പറുമായിട്ടുള്ള കോണ്ടാക്ട് ഏത് രീതിയിലാണോ വരുന്നത് എന്നതിൻ്റെ ബേസിൽ പ്രിൻറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നും. ഡയറക്റ്റായിട്ട് പേപ്പറിലേക്ക് പ്രിൻ്ററിൻ്റെ ഹെഡിന് കോണ്ടാക്റ്റ് വരുന്നതാണ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. ഡയറക്റ്റായിട്ട് പേപ്പറിലേക്ക് കോണ്ടാക്റ്റ് വരാത്ത പ്രിൻറ്റേഴ്സാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിൾസാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ, ഡിസ്പ്ലേ വീൽ പ്രിൻ്റർ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സാണ് ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.